എന്നെ പേര് വിളിച്ചാൽ മതി, ഓർ സം ഷോർട്ട് ഫോം ഓഫ് മൈ നെയിം. എൻ്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്നെ അമ്മാന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ കുട്ടികൾ പോലും എനിക്ക് കുട്ടികളായി കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്ന് വിളിക്കുന്ന ആക്സെപ്റ്റ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇതൊരു വലിയൊരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സാധനമേ അല്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് ഫൺ എന്നുള്ള സംഭവം. പിന്നെ ആ ഒരു സംഭവത്തിനെ കുറിച്ച് പലരും നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അതിപ്പോൾ എന്താണ് എന്നുള്ള അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം ഇതൊന്ന് കണ്ടാൽ മതി. അല്ലാത്തവർ വേറെ നല്ല നല്ല വിഷയങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോക്കകത്ത് ഒരാളെ കുറ്റപ്പെടുത്താനോ അപമാനിക്കാനോ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാകത്തില്ല. പക്ഷേ നമുക്ക് ചില കാര്യങ്ങളൊന്ന് കണ്ടും കേട്ടും ഒന്ന് പോവാം, അത്രേ ഉള്ളൂ. ഇത് സംഭവം ഇഷാനി കൃഷ്ണ, നമ്മുടെ ആക്ടർ കൃഷ്ണകുമാറിൻ്റെ മകളാണ്. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ കുട്ടിയാണെന്ന് തോന്നുന്നു, മേ ബി ആണെന്ന് തോന്നുന്നു. അഹാന, ഇഷാനി, പിന്നെ അല്ല അഹാന ഇഷാനിയാണോ ഓസിയാണോ? ഓക്കെ, ഇനി ഓസി ഉണ്ട്. പിന്നെ മറ്റേ ലാസ്റ്റ് കുട്ടിയുടെ പേര് എനിക്കറിയത്തില്ല, എനിവേ എന്ത് ബേബി, ഓക്കെ, എനിക്കറിയത്തില്ല. ആ കുട്ടി ഡാൻസൊക്കെ ചെയ്യുന്നു, അടിപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്യും. ഈ കുട്ടി അതുപോലെ തന്നെ ഒരു അമ്പലത്തിൻ്റെ അകത്തൊക്കെ ഉള്ള ഡാൻസിൻ്റെ ഒരു പരിപാടി, ഒരു വർക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുന്നത് നന്നായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തതാണ്. സോ ഒരു Q&A സെഷൻ നടത്തി, Q&A ഓൺ ലൈഫ് റീസെൻ്റ്ലി ഇഷാനി കൃഷ്ണ, ഇതാ സംഭവം. അതിനകത്ത് ഇഷാനി അമ്മ എന്നുള്ള വിളിയെക്കുറിച്ചും മറ്റ് പല കാര്യങ്ങളൊക്കെ പറഞ്ഞതിനകത്ത് കുറച്ച് എയറിലേക്ക് പോയി എന്നൊക്കെ ഉള്ളത് പറയുന്നു. അത് എയറാണോ അതോ വേറെന്തെങ്കിലും ആണോ, അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിനകത്ത് ഞാൻ തോന്നുന്ന കാര്യങ്ങൾ പറയാം. അപമാനിക്കാനോ വിഷമിപ്പിക്കാനല്ല, ഇപ്പോഴേ തുറന്നു പറയാം. ബാക്കി നമുക്ക് കണ്ടു നോക്കാം എന്താണ് ഇഷാനിയുടെ Q&A-നകത്തുള്ളത് എന്നുള്ള കാര്യം. ഈ പറഞ്ഞ പോർഷൻ മാത്രം. 14 question. What do you want Ozzy's baby to call you? എനിക്ക് എന്നെ അതായത് ഓസിയുടെ കുഞ്ഞ്, ഓസിക്ക് ജനിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കുഞ്ഞ് എന്തായിരിക്കണം നിങ്ങൾ വിളിക്കേണ്ടത്? എന്ത് പേരായിരിക്കും വിളിക്കുക? സാധാരണ രീതിയിലിപ്പോൾ എന്താ പറയുക, ഓസിയാണോ രണ്ടാമത്തെ കുട്ടി? എനിവേ ഇതിപ്പോൾ പറയുമ്പോൾ അറിയാം, ഓസിയാണെന്ന് തോന്നുന്നു രണ്ടാമത്തെ കുട്ടി, ഇത് മൂന്നാമത്തെ കുട്ടിയായിരിക്കും മേ ബി. അങ്ങനെയാണെങ്കിൽ ഓസിയുടെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇഷാനിയെ വിളിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സംവിധാനം വെച്ചിട്ടാണെങ്കിൽ ഇളയമ്മ, ചിറ്റം എന്നാണോ, ഇളയമ്മ, കുഞ്ഞമ്മ എന്നുള്ള രീതിയിലേക്കുള്ള വിളി വരും. ഓക്കെ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ചിലരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വിളിക്കും. മെഡി ബോഡി എന്നുള്ള ലെവലിൽ സ്വന്തം അമ്മയെ തന്നെ വിളിച്ച് തുടങ്ങുന്നു ഇപ്പോഴത്തെ കുട്ടികൾ. മുമ്പും അങ്ങനെയുണ്ട്, വളരെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് അവർ പേരുകൾ തന്നെയൊക്കെ വിളിച്ച് പോകുന്നത് കൊണ്ട് ഓക്കെ നമ്മൾ കാണുന്നതാണ് കേട്ടോ. എനിക്ക് 2 കുട്ടികളുള്ളതാണ്. അപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തന്നെ ആ ഒരു സംഭവം നമ്മൾ കേൾക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷാനി അതിനകത്തുള്ളൊരു ആൻസർ ഇഷാനി പറയണം, നമുക്ക് കേൾക്കാം. കുഞ്ഞമ്മാന്നോ ചിറ്റാന്നൊക്കെ വിളിച്ചാണല്ലോ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്. വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ, അല്ലാതെ എന്നെ ഒരു വലിയ അഡൾട്ടായിട്ട് കാണരുത്. അതായത് ഇഷാനി പറയുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ ഇന്നും ഒരു കുട്ടിയാണ്, അത് എല്ലാവരും വയ്ക്കണം. ഞാൻ എഴുതുന്ന വരികളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, എപ്പോഴും ഉള്ളിലെ ബാല്യം നമ്മൾ ഒരിക്കലും മരിക്കാതെ കാത്തു സൂക്ഷിക്കണം. നമ്മൾ പ്രായപൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, പ്രായമായി, നര വന്നു, നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു, ജീവിതത്തിൻ്റെ പകുതിയായി, വാർദ്ധക്യത്തിലേക്ക് പോയി, ഇനി എൻ്റെ ജീവിതം ഇല്ലാന്ന് തോന്നുന്നതിനെക്കാട്ടിലും ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ യൗവനവുമല്ല കൗമാരവുമല്ല, ബാല്യം തന്നെയാണ്. നമ്മളൊരു എപ്പോഴും ഒരു കൊച്ചുകുട്ടി എന്നുള്ള രീതി തന്നെ ആയിരിക്കണം, എല്ലാത്തിൻ്റെ കുസൃതിയോട് തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു ഫിലോസഫി. പേഴ്സണലി ഞാൻ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ കാണാറുള്ളത്. അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞതിനകത്ത് അവിടെ ഒരു തെറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ആ കുട്ടി പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ജനിച്ച കുട്ടി വന്നിട്ട് എന്നെ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്ന സമയത്ത് അയ്യോ ഞാൻ ഇത്രയും പ്രായമായി പോയല്ലോ എന്നൊരു തോന്നൽ വന്നു പോകും എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് മാത്രം അഡ്രസ്സ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു സ്റ്റീരിയോടൈപ്പ്, നമ്മുടെ ഒരു ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന ചിന്ത ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഈ കുട്ടി എന്താ പറയുന്നത്, ഒരു കുഞ്ഞമ്മയായി കഴിഞ്ഞാൽ കുഞ്ഞമ്മ എന്ന് പറയുന്നത് എന്താ തെറ്റില്ല കേട്ടോ. ഞാനിപ്പോഴും പറയുന്നത് ആ കുട്ടി കുഞ്ഞമ്മ തന്നെയാണ്. ആ കുട്ടി അഥവാ ഓസിയുടെ കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഇവർ കുഞ്ഞമ്മ തന്നെയാണ്. അഹാന വലിയമ്മയുമാണ്. ഓക്കെ, അതുപോലെ തന്നെ കൃഷ്ണകുമാർ എന്താണ് അപ്പൂപ്പനാണ് അല്ലേ, അപ്പൂപ്പൻ. അതുപോലെ തന്നെ അമ്മ, നമ്മുടെ പുള്ളിക്കാരത്തി, അവരൊക്കെ അങ്ങനെയൊക്കെ വരും. ഒരു തലമുറ മാറുന്ന സമയത്ത് അടുത്ത തലമുറ ഒരു ജനറേഷൻ വിളിക്കുന്ന പേരുകളാണ് ഇതൊക്കെ. അങ്ങനെ കൊടുത്ത ചാർത്തപ്പെട്ട പേരുകളാണ്, തെറ്റൊന്നുമില്ല. അതിൽ ഈ കുട്ടി പറയുന്നൊരു തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു കുട്ടിയാണ്, മനസ്സിനകത്തൊരു കുട്ടി, അപ്പോൾ ജനിക്കുന്ന കുട്ടി എന്നെ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്ന എനിക്ക് താല്പര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതൊരു സർക്കാസ്റ്റിക് ടോൺ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ നോക്കാം. ഇഷ്ടം ആണരുത് എന്ന് വെച്ചാൽ ഞാൻ ഇമ്മച്ചുവർ ആണ്, അങ്ങനെയല്ല, എനിക്ക് ഇവിടെ വളർച്ചയുണ്ട്, എന്നാലും എനിക്ക് ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്. വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ, അല്ലാതെ എന്നെ ഒരു വലിയ അഡൾട്ടായിട്ട് കാണരുത്. എന്ന് വെച്ചാൽ ഞാൻ ഇമ്മച്ചുവർ ആണ്, അങ്ങനെയല്ല, എനിക്ക് ഇവിടെ വളർച്ചയുണ്ട്, എന്നാലും എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ഒരു കുട്ടിയാണ്. ഇപ്പം ലിയാൻ പോലും നമ്മളെയൊക്കെ പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത്, എനിക്കതാ ഇഷ്ടം. സോ എന്നെ മിക്കവാറും ഞാൻ പേരെ വിളിക്കാൻ പറയും, ഐ ഡോണ്ട് മൈൻഡ്. സോ ഈ പേര് വിളിക്കുക എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അതിനകത്തൊരു തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെറ്റുമില്ല.
നമുക്ക് മനുഷ്യർക്ക് പേരിട്ടേക്കണം എന്താണ്, വിളിക്കാനാണ്. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കും അച്ഛനെ അച്ഛാന്നും അമ്മയെ അമ്മാന്നും വിളിക്കുന്നതിനെക്കാട്ടിലും പേര് പറഞ്ഞിട്ട് മിസ്റ്റർ ഇപ്പം രാവിലെ എൻ്റെ മൂത്ത മകൻ അനശ്വർ എന്നെ വിളിച്ചിട്ട് മിസ്റ്റർ ശരത് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ലെവലിൽ വെച്ചിട്ട് എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ, ഞാൻ ആ കുട്ടിയെ കമ്പാരിസൺ നടത്തുന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറയാം. എന്നോട് എൻ്റെ മകൻ രാവിലെ വന്നിട്ട് വിളിച്ചെന്ന് മിസ്റ്റർ ശരത് അല്ലല്ല ശരത്തെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. കാരണം അങ്ങനെ വിളിച്ചത് കൊണ്ട് വലിയ തെറ്റുന്നുണ്ടെന്നല്ല, എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. എന്തോ എൻ്റെ മോനെ അങ്ങനെ വിളിച്ചിട്ട് അവൻ എന്നെ അച്ഛൻ തന്നെയാണ് വിളിക്കാറുള്ളത്. ഇന്ന് വരെ അച്ഛൻ തന്നെ വിളിക്കുന്നത്. വളരെ ഫ്രണ്ട്ലിയാണ്, നമ്മൾ വളരെയധികം കൂട്ടുകാരെ പോലെയാണ്. ഇതെല്ലാം എല്ലാവരും കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും അവൻ എന്നെ അച്ഛാന്ന് വിളിക്കുന്നതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട്, അവനും അതിന് സന്തോഷമുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ വിളിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല, ഇതുവരെ ഞാൻ കേട്ടിട്ടുമില്ല. അതുകൊണ്ട് ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സംഭവത്തിൻ്റെ അകത്തൊരു കുഞ്ഞമ്മ എന്ന് വിളിക്കുന്ന ആ ഒരു വിളി, അതൊരു സംഭവം, ഒരു താല്പര്യമില്ലായ്മ അത് പ്രകടിപ്പിക്കുന്നു. ഓക്കെ, ബിത്തുന്നോ ഇഷാനിന്നോ അങ്ങനെ വേറെ എന്തെങ്കിലും ഷോർട്ട് ഫോം വിളിക്കാൻ പറയാം. അല്ലാതെ എനിക്ക് എന്നെ സീരിയസ് ആയിട്ട് നമ്മൾ പോലും അമ്മയുടെ സിസ്റ്ററിനെ കുഞ്ഞമ്മ എന്നല്ല വിളിക്കുന്നത്, നമ്മൾ ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത്. ചിന്നമ്മ ഇസ് ദ തമിഴ് വേർഷൻ ഓഫ് ചിന്നമ്മ എന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മ തന്നെയാണ്. ഓക്കെ, അതായത് പുള്ളിക്കാരി സർക്കാസ്റ്റിക്കലി തന്നെയാണ് ഈ കാര്യം ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ പുള്ളിക്കാരത്തിൻ്റെ ഉള്ളിൻ്റെ അകത്ത് ഇപ്പം ഓസിയുടെ കുഞ്ഞ് പുറത്ത് വരുന്ന സമയത്ത് ആ കുഞ്ഞ് വിളിക്കേണ്ടത്, ഇപ്പം നമ്മൾ ഷോർട്ട് ഫോമായിട്ട് മക്കൾ അമ്മമാരെ അച്ഛനെയൊക്കെ ഷോർട്ട് ഫോമിൽ വിളിക്കാറുണ്ട്, ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതായത് അച്ഛൻ്റെ പേര് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് മനു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത് പോലെ അങ്ങനെ തന്നെ വിളിച്ചു പോകുന്ന വളരെയധികം സന്തോഷകരമായിട്ടുള്ള ജീവിതം കൊണ്ടുപോകുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തശ്ശിയെ വരെ കുഞ്ഞു പേര് പറഞ്ഞിട്ട് പങ്കു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതൊക്കെ ഉണ്ട്, ഒരു കുട്ടിത്തത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം അങ്ങനെ വിളിക്കുന്ന ഒരു തെറ്റായിട്ടൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മറിച്ച് ഒരു ഒഫീഷ്യൽ ലെവലിൽ പോലത്തെ ഒരു വിളിയെ മാത്രമേ ഞാനത് പറയുന്നത്. ആ കുട്ടി അങ്ങനെയല്ല പറയുന്നത്. അവർ പറയുന്നത് എൻ്റെ പേര് പറഞ്ഞോട്ടെ, എന്നെ ഷോർട്ട് നിക് നെയിം ഒക്കെ ഇട്ട് വിളിച്ചോട്ടെ, അതൊക്കെയാണ് എനിക്കിഷ്ടം എന്നാണ് പറയുന്നത്. അതിനകത്തൊരു തെറ്റിൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുഞ്ഞമ്മ എന്നുള്ള വാക്ക് നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. എന്തോ നമ്മൾ ഒട്ടും കേട്ട് പരിചയമില്ല. സോ കുഞ്ഞമ്മ ഇസ് നോട്ട് ഈവൻ ആൻ ഓപ്ഷൻ. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ചിറ്റാന്നൊക്കെ വിളിക്കുമ്പോൾ ഐ ഡോണ്ട് നോ അത് എന്ത് റിലേഷനിലാണ് അങ്ങനെ വിളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതും നമുക്കൊരു കോമഡിയാണ്, നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അപ്പോൾ ഞാൻ പേര് വിളിക്കാനായിരിക്കും പറഞ്ഞത്. എൻ്റെ പേര് വിളിച്ചു തുടങ്ങാൻ കുട്ടി കുറച്ച് കാലം എടുക്കും, എന്നാലും എന്നെ പേര് വിളിച്ചാൽ മതി, ഓർ സം ഷോർട്ട് ഫോം ഓഫ് മൈ നെയിം. എൻ്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്നെ അമ്മാന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കുട്ടികൾ പോലും എനിക്ക് കുട്ടികളായി കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്ന് വിളിക്കുന്ന ആക്സെപ്റ്റ്. കുട്ടികൾ ജനിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം മുതൽ ഇഷാനി എന്ന് വിളിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആത്മാർത്ഥമായിട്ട്. അമ്മ എന്നുള്ളൊരു പദത്തിനോടുള്ള സംഭവമല്ല. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇഷാനി എത്ര സർക്കാസ്റ്റിക് ആയിട്ട് പറയാൻ ശ്രമിച്ചാലും ഈ ഒരു സ്ഥലത്ത് മാത്രം എൻ്റെ ഒരു ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അഭിപ്രായം പറയാം. ഒരു അമ്മ ഒരു കുട്ടി ജനിക്കുന്നതോടൊപ്പം ഒരു അമ്മയും ജനിക്കുന്നു, ഒരു അച്ഛനും ജനിക്കുന്നു. അവിടെ ജനനം 3 അതായത് ഒന്നല്ല, അച്ഛനും ജനിക്കുന്നു, അമ്മയും ജനിക്കുന്നു, കുട്ടിയും ജനിക്കുന്നു. അതായത് 3 ജനനമാണ് ഒരു പ്രസവത്തിലൂടെ, ഒരു ഉദരത്തിൽ നിന്നും ആ ഭാരമൊഴിയുന്ന ഒരു സ്ത്രീയിൽ നിന്നും വരുന്ന ഒരു സ്ത്രീയുടെ ഋതുമതിയായി ആ സ്ത്രീ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരിപാവനമായിട്ടുള്ളൊരു അവസ്ഥ ഒരു അമ്മയായിട്ട് മാറുക എന്നുള്ളത് തന്നെയാണ്. അത് ഇന്നും ആഗ്രഹിച്ചിട്ടും കുഞ്ഞുങ്ങളെ കിട്ടാത്ത ഒരുപാട് വേദനിക്കുന്നവരെ നമ്മുടെ ചുറ്റുപാട് കാണാൻ വേണ്ടിയിട്ട് പറ്റും, കിട്ടിയത് നഷ്ടപ്പെട്ടവരെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ മാതൃത്വം എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു സംഭവം എപ്പോഴും ഉയർന്നു നിൽക്കും. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഏറ്റവും കൂടുതൽ ഞാനൊരു അയൺ ലേഡിയായിട്ട് കാണുന്ന എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെ അന്നും ഇന്നും ഞാൻ അമ്മയായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അമ്മ ഞങ്ങളെ മക്കളായിട്ടും കാണാൻ ശ്രമിക്കുന്നു. അല്ലാതെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നു ഒക്കെ എല്ലാം ശരിയാണ്. എങ്കിലും ഒരു അമ്മയെ ഒരു കുട്ടി പറഞ്ഞു പോലും കൊടുക്കാതെ തന്നെയാണ് കുട്ടി അമ്മ എന്ന് വിളിക്കുന്നത്. അത് ഈ നമ്മുടെ മനുഷ്യക്കുട്ടികൾ മാത്രമല്ല, അത് മൃഗങ്ങളിലേക്ക് എടുത്താലും ആ ഒരു തരത്തിലേക്കാണ് അത് വിളി. നാച്ചുറലി തന്നെ ആ ഒരു ബോണ്ടിങ് കണക്റ്റഡ് ആയിട്ട് വരുന്നൊരു ശബ്ദമാണ്. അപ്പം എൻ്റെ കുട്ടി എന്നെ അമ്മ എന്ന് പോലും വിളിക്കുന്നതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഷാനി ഇച്ചിരി ഇതായിട്ട് വളരെ ഫണ്ണായിട്ട് സംസാരിച്ച് പോകുന്നതാണ് കേട്ടോ. ഞാനൊരു ഒഫൻസായിട്ട് പറയുന്നതേ ഇല്ല, ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നേ ഇല്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ വരുന്ന സമയത്ത് അമ്മ എന്ന് വിളിക്കുന്ന അവർക്ക് ആ ഒരു താല്പര്യമില്ലായ്മ പറയാം. അപ്പം നമ്മുടെ സമൂഹത്തിൽ വേറൊരു പക്ഷമുണ്ട്. സൗന്ദര്യം നഷ്ടപ്പെടും എന്നുള്ള കാരണത്താൽ, സ്വന്തം ശരീരത്തിൻ്റെ ആകാരഭംഗി, വടിവ്, മറ്റു പല കാര്യങ്ങളും നഷ്ടപ്പെടുമെന്ന കാരണത്താൽ ഗർഭപാത്രം ഉണ്ടെങ്കിലും പ്രസവിക്കാത്ത സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാരണം കൊണ്ട് പ്രസവിക്കാത്ത സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചങ്ങമ്പുഴയുടെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടി പത്മനാഭൻ എഴുതിയതിലാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഞാൻ വായിച്ചിട്ടുള്ള ചങ്ങമ്പുഴ ചെന്നൈയിലോ ബോംബെയിലോ എവിടെ പോയി താമസിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ വസതി താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്. സുന്ദരിയായ ഭാര്യയുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം 7 8 ഒക്കെ പ്രസവിപ്പിച്ചു. എന്നിട്ടും സൗന്ദര്യം മാറാത്ത ആ ഒരു സ്ത്രീ. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു കഥകളും അത് ചങ്ങമ്പുഴയായിട്ട് ബന്ധപ്പെടുത്തി ആ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ ഉണ്ട്. എങ്കിലും ആ സ്ത്രീയുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെ പ്രസവിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്.
അതുപോലെ സൗന്ദര്യം നഷ്ടപ്പെടും എന്നുള്ളൊരു ബോധമുള്ള ചില സ്ത്രീകളും നമ്മുടെ ചുറ്റുപാടുണ്ട്. അവർ പ്രസവിക്കുക എന്നുള്ള കാര്യം, അമ്മയാവുക എന്നുള്ള കാര്യത്തിനെ മാറ്റി നിർത്തി വാടക ഗർഭപാത്രങ്ങൾ എടുക്കുക, മറ്റു പല കാര്യങ്ങളിലൂടെ അവർ സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കാതിരിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൗന്ദര്യ ലോഭം, സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമോ ഒരു അമ്മയായി കഴിഞ്ഞാൽ, ഞാൻ വാർദ്ധക്യത്തിലേക്ക് പോകും, യൗവനാവസ്ഥ, വാർദ്ധക്യം, ഒരു അമ്മയായി, കടമയായി, മറ്റതായി, മറിച്ചായി, ഞാനിനി വല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകും, ഇന്ന് മുലയൂട്ടണം, മറ്റത് ചെയ്യണം, മറിച്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിലേക്കൊക്കെ ചില സ്ത്രീകൾക്കെങ്കിലും ഉണ്ട്. ഈ കുട്ടി അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞൊരു ചില സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൻ്റെ അകത്ത് ഈ കുട്ടി പറയുന്നത് എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് പോലും എനിക്ക് താല്പര്യമില്ല. അപ്പോഴും വേണമെങ്കിൽ ഞാൻ എൻ്റെ സമൂഹത്തിൽ കണ്ട എൻ്റെ കുഞ്ഞമ്മയെ ഞാൻ വിളിച്ചുകൊണ്ട് സീതമ്മ എന്നാണ്. എൻ്റെ കുഞ്ഞമ്മയെ കൊച്ചിയിൽ ഞാൻ സീതമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈ കുട്ടി എങ്ങനെയാണ് ഞാൻ വിമർശിക്കുക? എൻ്റെ കുഞ്ഞമ്മയെ ഞാൻ സീതമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സീതമ്മ എന്നുള്ള കാര്യം ഞാൻ കുഞ്ഞമ്മ എന്ന് ഇപ്പോൾ വിളിക്കുന്നുണ്ട്. എൻ്റെ തിരിച്ചറിവായ കാലം മുതലേ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നത്, അമ്മ എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞമ്മ എന്നും അല്ല, അമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്. എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞമ്മയും പിന്നെ ആ പ്രായത്തിലുള്ള മിക്കവരെയും ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പം അമ്മ എന്നുള്ളൊരു വാക്കിന് അത്രയും വാല്യൂ ഉള്ളതുകൊണ്ടാണ്. അപ്പം അമ്മ എന്ന് പോലും വിളിക്കരുത് എന്ന് അമ്മ എന്ന് വിളിക്കുന്നതുകൊണ്ട് താല്പര്യം എന്നാൽ അമ്മ എന്നുള്ള പദം അതിനെ മാത്രം അതിനൊരു ഇത് കൊടുക്കണം. അതൊരു വല്ലാത്തൊരു ഏരിയയാണ്. ആ ഒരു പേര് ബാക്കിയൊക്കെ ഓക്കെ, കുഞ്ഞമ്മ, ചിറ്റമ്മ, മറ്റത് മറിച്ചൊക്കെ വിട്ടേക്ക്. പക്ഷേ അമ്മയെ നമുക്ക് വേണമെങ്കിൽ ചില കുട്ടികളൊക്കെ അമ്മയെ ഷോർട്ട് നെയിമിൽ ഇതൊക്കെ വിളിക്കും. എങ്കിലും അവർ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അമ്മ തന്നെയായിരിക്കും വിളിക്കുക. സോ അതങ്ങനെ കണ്ടാൽ മതി. ഈ കുട്ടിയെ നിങ്ങൾ ആരും കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ട. ആ കുട്ടിയുടെ മെച്യൂരിറ്റി ലെവലിൽ നിന്നുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. എല്ലാ തികഞ്ഞവരൊന്നുമല്ല. എങ്കിലും ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഇഷാനിയുടെ അമ്മയ്ക്കും ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും? ഇഷാനിയുടെ അമ്മയെ അമ്മ എന്നായിരിക്കും ഇഷാനി പോലും അഭിസംബോധന ചെയ്യുക. അപ്പോൾ ഇഷാനിയുടെ അമ്മ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇഷാനിയുടെ അമ്മ, ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ കുട്ടികൾ എന്നെ അമ്മ എന്ന് വിളിക്കാൻ താല്പര്യമില്ല എന്ന് അങ്ങനൊരു ചിന്ത വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? കൃഷ്ണകുമാർ സാറ് അദ്ദേഹത്തിൻ്റെ അമ്മ വിചാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ജനിച്ച സമയത്ത് എന്നെ അമ്മ എന്ന് വിളിക്കാൻ താല്പര്യമില്ലെന്ന്. ഞാൻ അവരെ ഒഫൻഡഡ് ആക്കാനോ അവരെ മോശക്കാരെന്ന് പറയാനേ അല്ല, അവരെ കുറ്റപ്പെടുത്തുന്നേ ഇല്ല. ആ ഒരു ഏരിയ മാതൃത്വം, ആ ഒരു ഏരിയ വളരെ വിശാലാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിനെ വെച്ചിട്ട് അത് ഒരു സ്റ്റീരിയോ ടൈപ്പോ മറ്റുള്ള കാര്യങ്ങളോ ട്രഡീഷണൽ വേ ഒന്നുമല്ല. അമ്മ എന്നുള്ള സാധനം ലോകത്തിൽ എല്ലായിടത്തും അമ്മ മാത്രമാണ്. അതിന് വേറൊരു ആൾട്ടർനേറ്റീവ് സാധനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ഷോർട്ട് നെയിമിൽ വേണമെങ്കിൽ നമുക്ക് പേരുകൾ കൊടുക്കാം. ഇതിനപ്പുറത്തേക്ക് അമ്മ തന്നെയാണ്. ഓക്കെ, ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ്. ഞാൻ അവരുടെ അമ്മ ആവത്തില്ല, ആൻറ്റി ആവത്തില്ല. ഓക്കെ. ഇവിടെ തന്നെ എല്ലാ ആൻസറും പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ്. ഞാൻ വേറെ ആരുടെ അമ്മയാവത്തില്ല, ആൻറ്റിയും ആവത്തില്ല. അതൊരു വൈരുദ്ധ്യമാണ്. എന്താ പറയുമ്പോൾ ആ ഒരു കാര്യത്തിനൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്. എൻ്റെ അമ്മ എന്ന് പറയുന്നത് എന്താ? ഇഷാനിയുടെ അമ്മ എന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞത്. ആ നല്ലൊരു വിശാലാർത്ഥത്തിൽ പറഞ്ഞു. എന്നാൽ ഞാൻ മറ്റാരുടെ അമ്മയാവത്തില്ല. അപ്പോൾ പിന്നെ ആ ജനിക്കുന്ന കുട്ടികളുടെ ആരാണ് ഇഷാനി? ഇഷാനിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്ന ആ പൈതൽ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ ആരാണ് അപ്പോൾ ഇഷാനി? സഹോദരിയായിരിക്കുമോ? അല്ലെങ്കിൽ കുഞ്ഞമ്മയായിരിക്കുമോ? അല്ലെങ്കിൽ അമ്മായി ആയിരിക്കുമോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കുമോ? ബന്ധം, ആ ഒരു പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. അതാണ് പറഞ്ഞത്. ഇഷാനി തന്നെ പറഞ്ഞു, എൻ്റെ അമ്മയാണ് എന്നെ പ്രസവിച്ചത്. ആ അമ്മയെ ഞാനോട്ടുള്ള ബന്ധം അത് മറ്റൊരാൾ ആൻറ്റി ആവാനോ അമ്മ അതാവാനോ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു പോകാനാണ്. ഇത് ആരും ഒഫൻഡഡ് ആവല്ലേ? സോ എൻ്റെ പേരായിരിക്കും ഞാൻ പറയാം. 15th question. Name 2 destinations which you would like to visit. സോ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇഷാനിയുടെ കമൻറ്റ് ബോക്സ് നമുക്ക് നോക്കാം. 1928 ഇതെന്താ സംഭവം? 1928 ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ്. ഞാൻ അവരുടെ അമ്മ ആവത്തില്ല. ഓക്കെ. ഇതാണ്. അപ്പോൾ അത് ഇഷാനി അവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1928. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഇറ്റ്സ് ക്വൈറ്റ് ഡിസപ്പോയിൻറ്റിംഗ് ഹൗ സം പീപ്പിൾ ജസ്റ്റ് ഡോണ്ട് ഗെറ്റ് ജോക്സ് അറ്റ് ഓൾ. Guys, please understand that I often talk in a sarcastic tone here and there in most of my videos. Please don't take everything so seriously. Peace. So ആ കുട്ടി അത് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നി സംസാരത്തിൻ്റെ ഒരു ശൈലി ടോണല്ല പോകുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല, ഒരു അരഗൻ്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റൽ ലെവലിലുള്ള അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു പോയതൊന്നുമല്ല. ആ കുട്ടിയുടെ എന്താണ്, ഒന്നാമത് ഇത് Q&A സെഷനാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ കുട്ടിയെ വളരെ സീരിയസ് ആയിട്ട് എടുത്തതല്ല. അതുകൊണ്ട് തന്നെ ആരും ദയവായി കമൻറ്റ് ബോക്സിൽ ആ കുട്ടിയെ ദയവായി മോശം പറയാൻ ശ്രമിക്കരുത്. പിന്നെ അമ്മ എന്നുള്ള സംഭവത്തിനെ കുറിച്ച് ഞാൻ എൻ്റെ രീതിയിൽ ഈ കുട്ടിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി അമ്മ തന്നെയാണ്. ഈ കുട്ടി അമ്മ തന്നെയാണ്. അഥവാ ഇഷാനി അന്ന് മുതൽ അമ്മയാണ്, മാതാവാണ്. ഏത് പ്രായത്തിലാണെങ്കിലും മാതാവാണ്. അതത്രയേ ഉള്ളൂ. അത് അവർ തന്നെ പറയുന്നു. അതൊരു സർക്കാസ്റ്റിക് വീലാണ് സംസാരിക്കുന്നത്. ഐ തിങ്ക് ഹെയർ കെയർ ഇസ് പ്രൊമോഷൻ. ഓക്കെ. അറിവില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷേ അത് അലങ്കാരമായി കൊണ്ടു നടക്കരുത്. പൈലറ്റ് ആയില്ലെങ്കിൽ എന്താ ഇപ്പോൾ ഫുൾ ടൈം എയറിലാണല്ലോ സെച്ചി. അറിവില്ലായ്മയും അഹങ്കാരം ഒന്നിച്ച് പുറത്തേക്ക് വന്നപ്പോൾ സംഭവിച്ചു പോയതായിരിക്കും. ആപ്റ്റിറ്റ്യൂഡ് 0%, ആറ്റിറ്റ്യൂഡ് 100%. ഒട്ടും അഹങ്കാരം തോന്നുന്നേയില്ല. അതെന്താ അഹങ്കാരം തോന്നുന്നു? നോക്കട്ടെ. 23:10. 5 വയസ്സ് വ്യത്യാസമുണ്ട്. വാട്ട് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ.
ഐ മീൻ അത് ഇനി അമ്മു കല്യാണം കഴിക്കത്തേ ഇല്ല എന്നുള്ളൊരു ഇത് കാരണം ഡൗട്ട് കാരണം ചോദിച്ചതാണെന്ന് പറഞ്ഞു. അമ്മൂന്റെ അതേ മൈൻഡ് സെറ്റാണ് എനിക്കും. അമ്മൂനിപ്പോൾ 29 ആയി. 29 വരെ ഞാനും ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ അഹങ്കാരത്തിന്റെ കാര്യം നമ്മൾ പറയുന്നതേ, ഈ ഒട്ടും അഹങ്കാരം ഒന്നുമില്ല. ആ കുട്ടി ഇപ്പൊ പറഞ്ഞ സംഭവത്തിന്റെ ഇതിനകത്ത് എവിടെ അഹങ്കാരം ഒന്ന് നോക്കട്ടെ. 5 വയസ്സ് ബി നെക്സ്റ്റ്. ഇത് പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വൈ ഇസ് ദിസ് ഈവൻ എ ക്വസ്റ്റ്യൻ? എന്റെ ആണോ അമ്മൂന്റെ ആണോ? ഞാനും അമ്മൂ തമ്മിൽ 5 വയസ്സ് വ്യത്യാസമുണ്ട്. വാട്ട് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. ഐ മീൻ അത് ഇനി അമ്മു കല്യാണം കഴിക്കത്തേ ഇല്ല എന്നുള്ളൊരു ഇത് കാരണം ഡൗട്ട് കാരണം ചോദിച്ചതാണെന്ന് പറഞ്ഞു. അമ്മൂന്റെ അതേ മൈൻഡ് സെറ്റാണ് എനിക്ക്. ഇപ്പോ ഞാനിത് വേറൊന്നും ആരെയും ഇതായിട്ട് പറയുന്നതല്ല. ഇതേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചില നടന്മാരടുത്തും നടിമാരടുത്തും പബ്ലിക്കിലേക്കൊക്കെ വന്ന് ചോദിക്കുന്ന സമയത്ത് ഇതിനെക്കാട്ടിൽ അരഗൻ്റായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മാസമായിട്ടൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിന് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്, നിങ്ങൾക്കും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ആ രീതി ആയിരിക്കുമല്ലോ. അതങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അഹങ്കാരത്തിൻ്റെ സംഭവമായിട്ടൊന്നും എനിക്കിതിനകത്തൊന്നും തോന്നിയിട്ടില്ല. I think she doesn't even have a common sense, so disappointed with most of the answers. I mean, she is not matured yet. So മെച്യൂരിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ടെന്നുള്ള ആൾക്കാർ പറയുന്നു. മേ ബി ഈ സംസാരിക്കുന്ന ഒരു കാര്യം പബ്ലിക്കിലേക്ക് പോകുമ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചർച്ചകളൊക്കെ വരും എന്നുള്ള കാര്യം ഒന്നുകിൽ ഇൻറ്റൻഷ്യലി ഇഷാനി തീരുമാനിച്ചിട്ടുണ്ടാകും. അതർവൈസ് ഈ മെച്യൂരിറ്റി എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാനും കൺസേൺ ചെയ്യുന്നുണ്ട്. അതർവൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് ഒന്ന് പറയാൻ മാത്രം ചെറിയ കാര്യങ്ങളല്ല. അപ്പോൾ ഒരു മെച്യൂരിറ്റി ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറ്റമായിട്ടല്ല. മനുഷ്യൻ പ്രായം കൂടുന്തോറും അനുഭവങ്ങൾ കൂടുന്തോറും മാത്രമാണ് മെച്യൂരിറ്റി ഉണ്ടാകുന്നത്. അല്ലാതെ ജനിച്ച് ഒരു 8 വയസ്സും 10 വയസ്സുള്ള കുട്ടിയുടെ മെച്യൂരിറ്റി ചിലപ്പോൾ 40 വയസ്സുള്ള ആൾക്കാർക്കും കാണണമെന്നില്ല. അതുകൊണ്ട് മെച്യൂരിറ്റി ഒക്കെ ഡിപ്പെൻസ് ആണ്. അതൊക്കെ അനുഭവങ്ങളുടെയും പരിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വായനയുടെയും മറ്റ് പല ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വരേണ്ടത്. ചിലപ്പോൾ ആ കുട്ടിക്ക് ആ ഒരു തരത്തിലുള്ള മെച്യൂരിറ്റി അതിൻ്റെ സറൗണ്ടിങ്സിൽ കിട്ടുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ ആർജിക്കട്ടെ, കൂടുതലുണ്ടാവട്ടെ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. സോ ഇഷാനിയുടെ അമ്മയുടെ കുട്ടിയാണ് ഇഷാനി. അതുപോലെ തന്നെ ഇഷാനിക്ക് മക്കളുണ്ടാകുമ്പോൾ ഏജ് കൂടുന്നുണ്ട്, സമ്മതിക്കുക. അമ്മ എന്നതൊരു വികാരമാണ്. കുഞ്ഞുങ്ങൾ മാ എന്ന് പറയുന്ന ആദ്യം വിളിക്കുന്നത് അതാരും പഠിപ്പിക്കുന്നതല്ല. ദാറ്റ്സ് റൈറ്റ് ആൻസർ, കറക്റ്റ്. അത് ആരിട്ടെങ്കിലും കറക്റ്റാണ്. അത്രേ ഉള്ളൂ. അതിനെക്കൊണ്ടൊന്നും പറയുന്നില്ല. ഞാനിത് കൂടുതൽ പറയും തോറും ഈ കുട്ടിയുടെ ആർഗ്യുമെൻ്റ് ലെവലിലുള്ള ചർച്ചയെ എനിക്ക് താല്പര്യമേ ഇല്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തന്നെ അവസാനിപ്പിക്കുമ്പോഴും പറയുന്നു, ഒരു തരത്തിലും ഇതല്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം പബ്ലിക്കിലേക്ക് ഒന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചിട്ട് അത് നമ്മൾ സർക്കാസ്റ്റിക്കാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും ആ ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പം ഞാൻ സർക്കാസ്റ്റിക്കായിട്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ തള്ളയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സർക്കാസ്റ്റിക്കായിട്ട് വിളിച്ചാണെന്ന് പബ്ലിക്കിൻ്റെ ആൾക്കാർ പല തരത്തിലുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും തോന്നണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, ചില ഏരിയാസ് അത് എടുക്കുന്ന സമയത്ത് അത് പൊതുസമൂഹത്തിന് വിട്, പൊതുവികാരത്തിന് വിട്, പൊതുബോധത്തിന് വിട്. പക്ഷേ കേൾക്കുന്ന ഓഡിയൻസിന് ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നേ ഉള്ളൂ. അതിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ പാളിച്ച പോലെ തോന്നിയിട്ടുണ്ട്. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മാന്യമായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ചെയ്യുന്ന ഗൈസ്, ബൈ.